ICCയുടെ T20 വേൾഡ് കപ്പ് നോക്കൌട്ട് മത്സരങ്ങളിൽ ഇന്ത്യക്കായി മികച്ച പ്രകടനം നടത്തുന്നയാളായിരുന്നു വിരാട് കോഹ്ലി. 2014 സെമിയിൽ 44 പന്തിൽ പുറത്താകാതെ 72 റൺസും 2016 വേൾഡ് കപ്പ് സെമിയിൽ 47 പന്തിൽ പുറത്താകാതെ 89 റൺസും കഴിഞ്ഞ തവണ ഇംഗ്ലണ്ടിനെതിരെ 40 പന്തിൽ 50 റൺസ് നേടിയ താരമാണ് കോഹ്ലി. എന്നാൽ ഇത്തവണ വേൾഡ് കപ്പിലെ താരത്തിന്റെ മോശം ഫോം സെമിയിലും ആവർത്തിക്കപ്പെട്ടു. 9 പന്തുകൾ നേരിട്ട് 9 റൺസുമായി റീസ്റ്റോപ്പിലൂടെ പന്തിൽ പുറത്താകുകയായിരുന്നു കോഹ്ലി. വളരെ നിരാശനായിക്കൊണ്ടാണ് കോഹ്ലി പവലിയനിലേക്ക് മടങ്ങിയത്. പിന്നാലെ ഡ്രസ്സിംഗ് റൂമിൽ നിരാശനായിരിക്കുന്ന കോഹ്ലിയുടെ അടുത്തേക്ക് എത്തിയ കോച്ച് രാഹുൽ ദ്രാവിഡ് താരത്തിന്റെ കാലിൽ തട്ടി ആശ്വസിപ്പിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. റീസ്റ്റോപ്പിക്കെതിരെ ഒരു അറ്റാക്കിംഗ് ഷോട്ട് കളിക്കാനുള്ള ശ്രമത്തിനിടെയാണ് കോഹ്ലി പുറത്തായത്. ഇത്തവണത്തെ ടൂർണമെന്റിൽ ഓപ്പണറായി ഇറങ്ങിയ കോഹ്ലിക്ക് തന്റെ പ്രതിഭയുടെ ഏഴായാലെത്തി നിൽക്കുന്ന പ്രകടനം പോലും പുറത്തെടുക്കാനായിട്ടില്ല. കോഹ്ലിക്ക് ശരിക്കും എന്താണ് പറ്റിയതെന്ന കാര്യത്തിൽ ആരാധകർക്കും ഉത്തരമില്ല. 7 കളികളിൽ നിന്ന് നേടാനായത് 75 റൺസ് മാത്രമാണ്. ഇതിൽ തന്നെ 5 കളികളിൽ 2 അക്കം കടക്കാനും താരത്തിന് സാധിച്ചിട്ടില്ല. ബംഗ്ലാദേശിനെതിരെ 28 പന്തിൽ നേടിയ 37 റൺസാണ് ഉയർന്ന സ്കോർ. മേജർ ടൂർണമെന്റുകളിൽ ഇന്ത്യക്ക് കരുത്താകാറുള്ള താരമാണ് വിരാട് കോഹ്ലി. അതുകൊണ്ട് തന്നെ അവസാന മത്സരത്തിലും ടീം ഇന്ത്യ അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിക്കും. ഇനി ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ഫൈനൽ പോരാട്ടമാണ് മുന്നിലുള്ളത്. അതിൽ വിജയിച്ച് കിരീടം നാട്ടിലേക്ക് കൊണ്ടുവരാനായിരിക്കും ടീം കളത്തിലിറങ്ങുന്നുണ്ടാവുക. ഫൈനലിലെ കോഹ്ലിയുടെ മികച്ച ഇന്നിംഗ്സിന് വേണ്ടി തന്നെയാണ് ആരാധകരും കാത്തിരിക്കുന്നത്. നേരത്തെ സെമി ഫൈനലിൽ 2022 കണക്കാണ് ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ വീട്ടിയത്. 68 റൺസിന്റെ വിജയമായിരുന്നു ഇംഗ്ലണ്ടിനെതിരെ സെമി ഫൈനലിൽ ഇന്ത്യ നേടിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നായകൻ രോഹിത് ശർമ്മയുടെയും സൂര്യകുമാർ യാദവിന്റെയും കൂട്ടുകെട്ടിൽ 171 റൺസ് പടുത്തുയർത്തി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് നിരയെ കുൽദീപ് യാദവും അക്സർ പട്ടേലും ജസ്പ്രീത് ബുംറയും ചേർന്ന് കൂടാരം കയറ്റുകയും ചെയ്തു. സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ ബാറ്റിംഗും ബൗളിംഗും ഫീൽഡിംഗും ഒരുപോലെ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു എന്ന് പറയാം. ഈ ഒരു പ്രകടനം ഫൈനലിലും തുടരാനായാൽ ഇന്ത്യക്ക് കിരീടം കൊണ്ടുപോരാം. ആ ആവേശകരമായ പോരാട്ടത്തിന് വേണ്ടി കാത്തിരിക്കാം.